വെൽക്കം ബാക്ക് ടു ത്രോട്ടിൽ മലയാളി. നമ്മൾ ഇന്നൊരു ഹിസ്റ്റോറിക് കേസാണ്. അപ്പോൾ ഹിസ്റ്റോറിക് കാറാണ് യൂസ് ചെയ്യുന്നത്. ഹിസ്റ്റോറിക് ആയിട്ടൊരു ട്രാക്കാണ് യൂസ് ചെയ്യുന്നത്. കാറെന്ന് പറയുമ്പോഴത്തേക്കും ലോട്ടസിൻ്റെ 49C എന്ന് പറയുന്നൊരു മോഡലാണ്. 1960s ഉണ്ടായിരുന്ന ഒരു ഫോർമുല 1 കാറാണ്. 3 ലിറ്ററാണ് എഞ്ചിൻ വരുന്നത്. V8 ആണ് കോൺഫിഗറേഷൻ. ഫോർഡിൻ്റെ എഞ്ചിനാണ്. ഫോർഡിൻ്റെ കോസർത്ത് ട്യൂൺ ചെയ്ത എഞ്ചിനാണ്. ഏകദേശം ഒരു 400+ ഹോഴ്സ് പവറും 300+ ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉണ്ട് വണ്ടിക്ക്. എച്ച് പാറ്റേൺ 5 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്. 500 മിച്ചം കിലോ ഉണ്ട്. അപ്പോൾ നമ്മുടെ ട്രാക്ക് എന്ന് പറയുന്നത് ഇമോള എന്ന് പറയുന്ന ട്രാക്കാണ്. ഇത് ഇറ്റലിയിലുള്ളൊരു വളരെ 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 ഫേമസ് ആയ ട്രാക്കാണ്. ഓക്കെ, നമ്മളിന്ന് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു. 3 ലാപ്പാണ് റൈസ് വരുന്നത്. നമ്മൾ ഏകദേശം ഒരു 20 സെക്കൻഡ് എങ്ങാണ്ടാണ് ഫിനിഷ് ചെയ്തത്. 1:44 ആയിരുന്നു ടൈം വരുന്നത്. ഓക്കെ, റൈസ് സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു റണ്ണിങ് സ്റ്റാർട്ടാണ്. നമ്മളിതുവരെ മേക്കപ്പ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ശരി. ഫോർത്ത്, ഫിഫ്ത്ത്. ഇതൊരു ഇച്ചിരി ടെക്നിക്കലായിട്ടാണ്, അതായത് ഹൈ സ്പീഡിലാണ് വരുന്നത്. പക്ഷേ ടേൺ നല്ലതായതുകൊണ്ട് നമ്മൾ ത്രോട്ടിൽ ബാക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ ഞാൻ ഇൻസൈഡ് കയറി പോകുന്നു. ഒരു പാവപ്പെട്ട റെഡിയും കൊടുത്തിട്ടുണ്ട്. ഞാനിത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പേസഞ്ചർ നമ്മളിപ്പോൾ ഒരു 12th പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. 20 സെക്കൻഡ് എന്നാണ് അവിടെ ഒരു ഇടി കൊടുത്താണെങ്കിലും 12 നമ്മൾ എത്തി. ഇപ്പം തന്നെ 34 എത്തിയിരിക്കുകയാണ്. മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 12 15 എത്തിയിരുന്നു. ഡൗൺ ചെയ്തു, ത്രോട്ടിൽ ഫുള്ളാക്കി ചെയ്തു. ഈ ടേൺ ഒരു ഹൈ സ്പീഡ് ടേണാണ്. അതായത് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, ത്രോട്ടിൽ ബാക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെയും വണ്ടി കറക്കും.
തേർഡ് ലാപ്പ് ലാസ്റ്റ് ലാപ്പാണിത്. ഇന്നവും പോയി. അടുത്തവനവിടെ വന്നിപ്പുണ്ട് കയറാനായിട്ട്, സമ്മതിച്ചില്ല. പൈസ തീരാറായി. നമ്പർ 7 കയറാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഞാൻ കയറാൻ സമ്മതിച്ചില്ല. എൻ്റെ വണ്ടി കയറ്റി വെച്ചു. ഓക്കെ, നമ്മൾ 16th ആയിട്ട് ഫിനിഷ് ചെയ്തു. 22 തുടങ്ങി 16th ആയിട്ട് ഫിനിഷ് ചെയ്തു. ഇപ്പോൾ റീപ്ലേ കാണാവേ. ഓക്കെ, ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഔട്ട്സൈഡ് കട്ട് ചെയ്ത് കയറി. ബ്രേക്ക് ചെയ്തില്ല. അവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ ബാക്ക് സ്പിന്നായി ഫ്രണ്ടിലത്തെ ഒരു പാവപ്പെട്ട ഒഴിച്ചു. അതാണ് അവിടെ സംഭവിച്ചത്. പിന്നെ സ്റ്റിൽ വണ്ടി കൺട്രോളല്ല. ഇവിടുത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ സ്റ്റിൽ മറ്റേ പോലെ തന്നെ ബ്രേക്ക് ചെയ്ത് കറക്റ്റായില്ല, വണ്ടി സ്പിന്നായി. ഭാഗ്യത്തിന് റെയിലേ പേടിച്ച് കറക്റ്റ് ചെയ്ത് തന്നെ. അതുകൊണ്ട് വീണ്ടും അംഗം തുടർന്നു. ഓക്കെ ഗൈസ്, അടുത്ത പ്രാവശ്യം കാണാം, അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സൈൻ ഓഫ് പറയുകയും ചെയ്തു. 16th നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ താങ്ക് യു, ബൈ.